ഹലോ ഗൈസ്, സജിന ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാനിപ്പോൾ വന്നത്. ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസ് അയ്യോ അവർ പാവങ്ങൾ, വീട്ടിൽ വന്ന പയ്യൻ അയ്യോ അവർ പാവങ്ങൾ. എന്തൊരു മാനിപ്പുലേഷനാന്ന് നോക്കിയേ. ഇപ്പൊ ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ഇല്ലേ? കാരണം ബിഗ് ബോസ് കണ്ടസ്റ്റൻസുകളൊക്കെ ഇതെന്താ ഇവള് പറയണത് എന്താന്ന് ചോദ്യം ചെയ്യാൻ തുടങ്ങി. അവർക്ക് ആർക്കും അറിയില്ല ഇങ്ങനൊരു സംഭവം. ഇതെന്താ ഇവള് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുള്ള ആകെ മൊത്തത്തിലുള്ള കൺഫ്യൂഷനാണ് എല്ലാ ആൾക്കാരും. എല്ലാ ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസിനെയും പിടിച്ച് ഇടുന്ന പോലെ ആയിപ്പോയില്ലേ? പലരും പല പിള്ളേരുടെ അടുത്തും ചോദിക്കുന്നുണ്ട് അത്ര ഇത് എന്താ ഇവക്ക് ഇങ്ങനെ. ഓൾമോസ്റ്റ് ആളുകൾക്ക് മനസ്സിലായി ഏകദേശം ഈ കൊച്ചിന് മാനസികമായിട്ട് എന്തോ കാര്യമായിട്ട് പ്രശ്നം ഉണ്ടെന്നുള്ളത്. പിന്നെ ഇവളുടെ ഇവള് വെല്ലുവിളിച്ചിട്ടിരുന്ന് പറയുന്നു എന്തെന്ന് ഏതോ ഡോക്ടർ പോയി കണ്ടു 3 മാസം മുമ്പ് ആരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു 3 മാസം വരെയുള്ള റിപ്പോർട്ട് എടുക്കാന്ന്. അപ്പൊ ഇനിയിപ്പം ഞാനിനി റിപ്പോർട്ട് എടുത്തോണ്ടോന്ന് നെഗറ്റീവ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും വർഷത്തിന്റെ കണക്കൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഒക്കെ എന്റെ മേലിൽ അറ്റാക്ക് ഇടാമല്ലോ. ഇവിടെ എന്തൊരു വേണമെങ്കിലും ചെയ്യാൻ ഞാൻ തയ്യാറടേ, ഏത് ടെസ്റ്റിന് വേണമെങ്കിലും റെഡിയടേ. പക്ഷെ നിന്റെ കൂടെ ഇല്ല. കാരണം ഞാൻ ഇപ്പൊ പോലും പോയിട്ട് ടെസ്റ്റ് എടുക്കാൻ പോവുകയാണ്. ഇത് 8 to 10 ദിവസം വരെ കിട്ടുമെന്നുള്ളതാണ് തിരിച്ചു കിട്ടുന്ന ഇൻഫർമേഷൻ. ഞങ്ങളിപ്പോ ഇന്ന സ്ഥലത്താണ്, ഞാൻ ഇവിടെ ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിടുന്നു ചോദിച്ചാൽ ആ ഹോസ്പിറ്റലും ക്ലിനിക്കൊക്കെ നിന്റെ മറ്റേ റസൽ പൂക്കുട്ടിയുടെ മാമാടെയും കൊച്ചാപ്പാടെയൊക്കെ മക്കളായിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ നീ പലതും കിടന്ന് ചെയ്യും. ഞാൻ സീരിയസ്ലി പറയണേ സജിന, നീ കിടന്ന് വെപ്രാളപ്പെടണ്ട. നീ ഒന്ന് അടങ്ങി ഒന്ന് സ്വസ്ഥമായിട്ടൊക്കെ ഒന്ന് ഇരിക്കാൻ നോക്ക്. കാരണം സ്വസ്ഥമായിട്ട് ഇരിക്കാൻ നിനക്ക് പറ്റില്ല. കാരണം എന്റെ മൂട്ടി തീ പിടിച്ചോളെ. റസൂൽ പൂക്കുട്ടി പെട്ടു. ദിയാസനെ വന്ന് റസൂൽ പൂക്കുട്ടിയുടെ കാര്യങ്ങളും കൂടെ ഇനി അപ്ഡേറ്റഡ് ആക്കാൻ തുടങ്ങി. നീ കേസോ കൂട്ടമോ എന്താന്ന് വെച്ചാൽ അയക്കോ. എനിക്ക് അഗെയിൻസ്റ്റ് ആണ് നീ സംസാരിച്ചു തുടങ്ങിയത്. അവിടെ നിന്ന് ഞാൻ വാലിഡ് ആയിട്ടുള്ള കൃത്യമായ കാര്യങ്ങളാണ് പറഞ്ഞത്. നീ പറഞ്ഞല്ലോ നീ അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞില്ലേ? നീ അയച്ചു കൊടുത്തെന്ന് പറഞ്ഞില്ലേ? ഞാൻ കൊടുത്തിട്ടില്ല. പക്ഷെ ഞാൻ പറയുന്നത് നീ അയച്ചു കൊടുത്തെന്ന് പറഞ്ഞില്ലേ? നീ എനിക്ക് അയച്ചു തന്നിട്ടില്ലേ? നീ ആരോടാ ഇത് പറയുന്നത്? ആൻമരിക്ക് അയച്ചു കൊടുത്തു, ആൻമരി നീ എനിക്ക് അയച്ചു തന്നിട്ടില്ലേ? നീ എത്ര ആളുകൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്? ആൻമരിക്ക് അയച്ചു കൊടുത്തതോടൊപ്പം തന്നെ അച്ചായന് അയച്ചു കൊടുത്തിട്ടില്ലേ? ഇനി ആളുകളുടെ പേര് വേണം. എന്താന്ന് ഞാൻ പറയാത്തതെന്നറിയാവോ? നീ അയച്ചു കൊടുത്ത ആളുകളുടെ പേര് പറയാത്തത്. ഏതെങ്കിലും രീതിയിൽ അങ്ങനെ ഒരു പേര് വരുമ്പോ അടുത്ത് അവർ വേറെ എന്തോ ചെയ്തെന്ന് പറഞ്ഞ് നീ വരും. എത്ര മനുഷ്യരാണെന്നറിയാവോ ഇതിനകത്ത് പെട്ടുപോകുന്നത്? റോഷ്നിയുടെ കേസ് ഇപ്പൊ സംസാരം നടക്കുന്നുണ്ട്. അവളെ പറ്റിയിട്ട് നീ എന്തോരം വൃത്തികെട്ട അലിഗേഷൻസാ പറയുന്നത്. അവള് കുറെ സാധനങ്ങൾ അവളത് വരുന്നുണ്ട്. അപ്പം നീ അതിനെ ഏറ്റുപിടിച്ചു. എന്തോ നിന്നെ കൊണ്ടുപോയി എന്തൊക്കെ ആക്കി എന്നുള്ളതല്ലേ? അതൊക്കെ വരും. പുറകിൽ തന്നെ വന്നോളൂ. അതൊക്കെ അവര് നോക്കിക്കോളൂ. എനിക്കറിയില്ല ഈ ആൾക്കാരെ പോലും, നിന്റെ കാറ്റഗറി പോലും എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ഒരു വിഷയം വരുമ്പോഴത്തേക്ക് ഓരോരുത്തരുടെ വരും. ഇന്നലെ ഒരു കൊച്ച് ഇൻബോക്സിൽ വന്ന് പറഞ്ഞു ദുബായിൽ പോയ സമയത്ത് അവരുടെ കൊളാബറേഷൻ ചെയ്യാന്ന് പറഞ്ഞ് ഏതോ ബ്യൂട്ടി പാർലർ ആരെ പറ്റിച്ചു എന്ന്. പയ്യന്മാരെ കൂടെ വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് ദിർഹംസ് ഒക്കെ കുറെ കൊടുക്കാനുണ്ട്. ഇത്ര എന്തൊക്കെയാ നിന്നെ പറ്റിയിട്ട് കേൾക്കുന്ന കഥകൾ. നീ ഇതെല്ലാം മുക്കാൻ വേണ്ടിയിട്ട് നിന്റെ റസൂൽ പൂക്കുറ്റിയുടെയും വിഷയം മുക്കാൻ വേണ്ടിയിട്ട് നീ ഓരോരുത്തരുടെ മണ്ടയിൽ ഓരോന്ന്. ദിയാസനയ്ക്ക് ഇതൊന്നും പുത്തരിയല്ല. ഞാൻ ഉള്ളൊരു കാര്യം പറഞ്ഞുതരാം മോളടുത്ത് ഞാൻ വളരെ കൃത്യമായിട്ട് പറയുന്നത്, കുറെ വർഷങ്ങളായിട്ട് ഞാൻ എന്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. എന്നെ ചുറ്റിപ്പറ്റിയിട്ടുള്ള അന്വേഷണങ്ങൾ ആർക്ക് വേണമെങ്കിലും എടുക്കാം. ഇവിടുത്തെ പോലീസ് അതോറിറ്റി ആയിക്കോട്ടെ, ഇവിടുത്തെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പരിസ്ഥിതിയിലുള്ള മനുഷ്യരൊക്കെ എന്നെ പറ്റിയിട്ട് അറിയാം. ഇനി എന്നെ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് തരത്തിൽ വേണമെങ്കിലും സഹായിക്കാൻ ഞാൻ തയ്യാറാണ്. എന്റെ കയ്യിൽ നിന്ന് 1 രൂപ പോലും മുടക്കൂല എന്ന് പറഞ്ഞതിന്റെ റീസൺ പോലും 5000 മുതൽ 10000 രൂപ വരെയൊക്കെ ഈ ടെസ്റ്റിനോ അതും ഇതിനൊക്കെ റിപ്പോർട്ടിനാവുമെന്ന് വിചാരിച്ചിട്ട് ഇനി അത് വേണമെങ്കിലും മുടക്കിയിട്ടും എനിക്കത് ചെയ്യുന്നതിൽ ഒരു പ്രശ്നമില്ല. പക്ഷേ നീ വെല്ലുവിളിക്കുന്ന രീതികളും നിന്റെ ഫ്രസ്ട്രേഷനും നിന്റെ ആക്രാന്തവും നിന്റെ വെപ്രാളവും ഒക്കെ ഉണ്ടല്ലോ, നിന്റെ റസൂൽ പൂക്കുറ്റിയെ നിന്നെ സംരക്ഷിക്കാനുള്ള കവചമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നീ ഇനി 10 പേരെ ഇട്ട് കൊടുത്താലും ശരി. എന്നെ സജിന നൂറെ ദിയാസന പറയാണ്, ഒരു ചുക്ക് സംഭവിക്കൂല. ഇതവിടെ കല്ല് പോലെ ഇരിപ്പുണ്ട്. മെനിഞ്ഞാന്ന് നിന്റെ ആരോപണം കൊണ്ട് ഞാൻ ഫേസ് ചെയ്തത് 24 hours. എനിക്കിനി പേടിയില്ല. നോ ഇഷ്യൂ. ഓക്കെ, ആളുകൾക്ക് തട്ടിക്കളിക്കാനൊരു യന്ത്രം കൂടിയാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. എല്ലാവർക്കും കണ്ടന്റ് മതി, അതുമായിട്ട് അവർ മുന്നോട്ട് പോകും. അതുകൊണ്ടിട്ട് നീ ഇനി എന്തായി വന്നാലും വീണ്ടും സജന നൂറെ ദിയാസൻ ഇവിടെ തന്നെ ഉണ്ട്, എന്തിനും തയ്യാറാണ്. പക്ഷെ നിന്റെ റസൽ പൂക്കുട്ടിയുടെ അതോറിറ്റിയിലുള്ള ഒരു ഹോസ്പിറ്റലുകളോ ഒരു ക്ലിനിക്കുകളിലോ ഞാൻ ഉണ്ടാവില്ല. ഓക്കെ, അത് ബന്ധപ്പെട്ട അധികാരികളായി ബന്ധപ്പെട്ട ആരെങ്കിലും വന്ന് അതുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്താൽ ഐ വിൽ ഡു, ഉറപ്പായി. പിന്നെ നിന്റെ മാനിപ്പുലേഷൻ എന്താ? നീ എന്താ ഏതോ ഡോക്ടറിന്റെ അടുത്ത് 3 മാസം മുമ്പെന്ന്. അത് ഞാൻ പറഞ്ഞായിരുന്നു എന്ന് എനിക്കറിയൂടാ. ഏതോ ഡോക്ടറിന്റെ അടുത്ത് 3 മാസം മുമ്പേ, 10 മാസം മുമ്പേ, 1 വർഷം മുമ്പേ, 1.5 വർഷം മുമ്പേ, 2 വർഷം മുമ്പേ, 5 വർഷം മുമ്പേ, 10 വർഷം മുമ്പേ, നീ എന്തെടുത്താലും ശരി തന്നെ ഞാൻ ആ ചാലഞ്ച് തയ്യാറാണ്. ആ ചാലഞ്ചിന് ഞാൻ തയ്യാറാണ്.
പൊന്നും മോളെ ഫാമിലി കോർട്ടിൽ പോയി ഇരിക്കുവല്ലേ, അവിടെ എന്താ കഥ? ഉമ്മ ഉണ്ട്, മക്കളുണ്ട്, അവരെയൊക്കെ പിടിച്ചുകൊണ്ട് പോയി, പാവം പിടിച്ച പിള്ളേര്. ഉഫ്, ഞാനതിന്റെയൊക്കെ അവസ്ഥ ആലോചിക്കുക. ഞാൻ ശരിക്കും റസൽ പൂക്കുട്ടിയുടെ ഭാര്യയുടെ, ഈ പെണ്ണിന്റെ മക്കളുടെ എന്തൊരവസ്ഥയായിരിക്കും ഇവരെയൊക്കെ, അല്ലേ? കഷ്ടം തന്നെ.